കൊല്ലം മങ്ങാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ പോലീസ് അതിക്രമം എന്ന പരാതി. യുവാക്കളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. തുടർന്ന് പോലീസ് നടത്തിയ ലാത്തിചാർജിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് പരാതി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് അതിക്രൂരമായി സ്ത്രീകളടക്കമുള്ളവരെ ലാത്തിചാർജ് നടത്തുന്നുണ്ട്, ലാത്തി കൊണ്ട് തല്ലുന്നുണ്ട്, ഒപ്പം നിലത്തിട്ട് ചവിട്ടുന്നുമുണ്ട്. ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. എന്താണ് സംഭവിച്ചത്? ഇക്കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു ലക്ഷ്മിപത്മ ഇത്തരം ഈ ഒരു സംഭവം മങ്ങാട് ക്ഷേത്രത്തിൽ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച വരുന്നതിനിടെ 3 യുവാക്കൾ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ആ 3 യുവാക്കളെ പോലീസ് പിടികൂടുകയും പിടികൂടുന്നതിനിടെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ വെർഷൻ. പക്ഷേ ഇതിനിടയിൽ പോലീസ് ലാത്തിചാർജ് നടത്തി. പക്ഷേ ഈ ലാത്തിചാർജിനിടയിൽ നിരപരാധികളായ സ്ത്രീകളടക്കമുള്ള ആളുകൾ, ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ വന്ന ആളുകളെ അടക്കം പോലീസ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിനെ ആക്രമിച്ചു എന്ന ആ ഭാഗം മാത്രമാണ് പുറത്തു വന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പരിക്കേറ്റ സ്ത്രീകളടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരിക്കുന്നു. അതായത് പലരും ആശുപത്രിയിൽ കഴിയുകയാണ്. ഇത്തരത്തിൽ ഉത്സവത്തിനായി എത്തിയ തങ്ങളെ കുട്ടികളെയും സ്ത്രീകളെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാരിലായ സ്ത്രീകളടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവിയും ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അനധികൃതമായ ആളുകളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് ഇന്റലിജൻസ് വിഭാഗങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് വെച്ച്, ഉത്സവ സ്ഥലത്ത് വെച്ച് ഇരു വിഭാഗങ്ങൾക്കും പോലീസുകാരായ 2 പേർക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ടതെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും പരാതിയിൽ ദൃശ്യങ്ങൾ പരിശോധിച്ച് ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കും നാട്ടുകാർ നിലവിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ലക്ഷ്മി പത്മ, വലിയ ലാത്തിചാർജ് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. കൊല്ലം മങ്ങാട് ക്ഷേത്രത്തിലാണ് ഉത്സവത്തിനിടെ പോലീസ് അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ദൃശ്യങ്ങൾ സഹിതം അത് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഈ മർദ്ദനമേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ് ഷമീർ? ആർക്കെങ്കിലും കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ? സ്ത്രീകളടക്കമുള്ളവരെയാണ് ഇങ്ങനെ നിലത്തിട്ട് ചവിട്ടുന്നതൊക്കെ. തീർച്ചയായിട്ടും ലക്ഷ്മിപത്മ, ഈ സംഭവം നടന്ന് 3 യുവാക്കളെ, അതായത് ഈ 3 യുവാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് CPM CPI പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി നിരപരാധികളായ ചെറുപ്പക്കാരെയാണ് പിടിച്ചുകൊണ്ടുപോയതെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു. പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ പോലീസിന് പരിക്കേറ്റെന്നും 2 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പോലീസിനെ ആക്രമിച്ചത് തുടർന്നാണ് പോലീസ് ഇത്തരത്തിൽ ലാത്തി വീശിയതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ സ്ത്രീകളടക്കമുള്ളവരെ തല്ലിച്ചതച്ചതിൽ ഒരു ന്യായീകരണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വനിതാ പോലീസിന്റെ സാന്നിധ്യം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഉത്സവം കാണാൻ വളരെ സന്തോഷത്തോടു കൂടി കുടുംബവുമായി എത്തിയ കുട്ടികളടക്കമുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഈ പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റ 3 പേർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. ഇവരാണ് മുഖ്യമന്ത്രിക്ക് പരാതിയുമായി എത്തിയിരിക്കുന്നത്. അതായത് നിരപരാധികളാണ് തങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് നിലത്തിട്ട് ചവിട്ടി, തല്ലിച്ചതച്ചു തുടങ്ങിയ ആരോപണങ്ങളും അതുപോലെ ദൃശ്യങ്ങൾ സഹിതമുള്ള കാര്യകാരണങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും 3 സ്ത്രീകൾക്ക് ഈ ലാത്തിചാർജിൽ പരിക്കേറ്റിട്ടുണ്ട്. അവർ ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് ഇപ്പോൾ പറയുന്നത് പോലീസ് ഈ അക്രമം നടത്തിയവരെ മാത്രമേ തല്ലിച്ചതച്ചുള്ളൂ എന്ന പോലീസിന്റെ വാദം പൊളിയുകയാണ്. കാരണം ദൃശ്യങ്ങൾ ഇപ്പോൾ നാട്ടുകാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് പോലീസാണ് അവിടെ അതിക്രമം കാട്ടിയതെന്നുള്ള ഒരു വാദവുമായി നാട്ടുകാർ മുന്നോട്ട് പോവുകയാണ്. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ആ ദൃശ്യങ്ങൾ ഭീതിതമാണ്. അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഏതായാലും മനസ്സിലാകുന്നുണ്ട്. തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.